ഇന്നൊരു ഉടുപ്പി സ്റ്റൈൽ രസം ഉണ്ടാക്കിയാലോ നമുക്ക്. ഉടുപ്പിയിൽ പോയിട്ട് അവിടുത്തെ രസം കഴിച്ചിട്ട് കട്ട ഫാനായിട്ടോ ഞാൻ. അവിടുത്തെ രസത്തിൻ്റെ കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു രസമാണ്, എരിവുണ്ട് എന്നാലും ഇത്തിരി മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നല്ല എളുപ്പം ഉണ്ടാക്കാം കേട്ടോ. 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഈ ചട്ടിയിൽ ചേർത്ത് കൊടുക്കുക. കൂടെ കറിവേപ്പില, ഒരു 3 പച്ചമുളക് നെടുവെക്കറിയത്, മഞ്ഞപ്പൊടി, കായപ്പൊടി, ഞാനൊരു കഷ്ണം കട്ടിക്കായ ചേർത്ത് കൊടുത്തിരിക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 കപ്പോളം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തോരപ്പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ രസം പൗഡർ. നമ്മുടെ നാട്ടിലത്തെ രസപ്പൊടിയല്ല, ഇതൊരു ഉടുപ്പി സ്റ്റൈൽ രസം പൊടിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അവസാനം കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കണം. അത് മറക്കരുത് കേട്ടോ. ഒത്തിരി മധുരം ഉണ്ട് അവിടുത്തെ രസത്തിൻ്റെ, പറഞ്ഞില്ലേ ഞാൻ. ഒരു ശർക്കരയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റിൽ നമ്മുടെ രസം ഇങ്ങനെ തിളച്ച് ഇതുപോലെ പൊന്തി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പാകമാണോ നോക്കുക. പാകല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ രസത്തിൽ നിന്ന് ഇതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകും വെളുത്തുള്ളിയും ഈ രസത്തിൽ ചേർക്കണില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അവസാനം നെയ്യിൽ ഞാൻ ജീരകം, കറിവേപ്പില, അതുപോലെ വറ്റൽമുളക് മാത്രം വറുത്തിടുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലും വറുത്തിടാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ രസപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ മല്ലി, ജീരകം, ഉലുവ, കാശ്മീരി ചില്ലി സെപ്പറേറ്റ് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡിയായി. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.